Assalamualaikum. Struggle for minority rights in India, the Muslims and civil society movements. ഈ വിഷയം സംസാരിച്ച് തുടങ്ങുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച ഒരു വിദ്യാർത്ഥി, ഒരു മുസ്ലിമായ വിദ്യാർത്ഥി എന്ന നിലയിൽ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയേണ്ടതുണ്ട്. ആദ്യമായി ഡൽഹിയിലെത്തുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള തുഗ്ലക്കാബാദ് അല്ലെങ്കിൽ തുഗ്ലക് ഫോർട്ടിൻ്റെ താഴെയുള്ള ചേരികളിലാണ് താമസം തുടങ്ങിയത്. അവിടെ ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്ത് ആ ചേരികളിൽ ഒരു വീടിൽ വാടകയ്ക്ക് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ സീനിയർ സ്റ്റുഡൻസ് ഞങ്ങളോട് പറഞ്ഞു, ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പേരെഴുതി നിങ്ങൾ കൊടുക്കരുത്. അതായത് നമ്മളവിടെ ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം ഒരു വാടകയ്ക്ക് എടുക്കുമ്പോൾ. എഗ്രിമെൻറ്റിൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നതിന് പകരം ഹിസ്റ്ററി എന്നോ മറ്റൊന്നോ എഴുതി കൊടുക്കുക. കാരണം മുസ്ലിം ആയതുകൊണ്ട് പെട്ടെന്ന് റൂം കിട്ടാൻ സാധ്യതയില്ല. അതായിരുന്നു ഡൽഹിയിലെ ആദ്യത്തെ അനുഭവം. സാധാരണ മലബാറിൽ തന്നെ ഞാനിവിടെ മലപ്പുറം ശാന്തപുരം സ്ഥാപനത്തിൽ 8 വർഷം പഠിച്ച ആളാണ്. ആ 8 വർഷവും ഞാൻ തെക്കൻ കേരളത്തിൽ നിന്ന് ഹിന്ദു മെജോറിറ്റിയിൽ നിന്ന് വന്ന് പിന്നീട് എൻ്റെ കോളേജ് ലൈഫ് 8 വർഷം മുസ്ലിം മെജോറിറ്റി ലൈഫിലേക്ക് മാറുന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന അനുഭവം മുസ്ലിം എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ വിദ്യാഭ്യാസം, സർട്ടിഫിക്കറ്റ്, കോഴ്സ് ഇതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടിട്ടുള്ള ഒരു പത്രിക ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണമെന്നത് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞ് അവിടുന്ന് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കുറച്ച് ബുക്സ് ഞാൻ മറ്റൊരു സുഹൃത്തിൻ്റെ റൂമിലേക്ക് മാറ്റുകയായിരുന്നു. അവൻ ആദ്യമേ എന്നോട് പറഞ്ഞു, മുതലാളി കാണരുത്. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെയായിരുന്നു കൊണ്ടുപോയത്. അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ്? ഞാൻ പറഞ്ഞു, കുറച്ച് ബുക്സാണ്. അദ്ദേഹം അടുത്ത ഉടനെ പറഞ്ഞു, ബോംബാണെങ്കിലോ എന്നാണ് ആദ്യം രണ്ടാമത് പ്രതികരിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു, തുറന്നു നോക്കൂ. അദ്ദേഹം പറഞ്ഞു, തുറന്നു നോക്കൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യും, നീ ഇന്ന് അവിടെ കൊണ്ടുവച്ചോളൂ, നാളെ നിൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. അതായത് ആദ്യത്തെ MA ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ അഡ്മിഷൻ്റെ ആ തുടക്കവും ഒടുക്കവും ഒരു മുസ്ലിം എന്നത് ഭീഷണി നിറഞ്ഞ ഐഡൻറ്റിറ്റി ഉള്ള ഒരു ശബ്ദമായിട്ടാണ് ഡൽഹിയിൽ എനിക്ക് അനുഭവപ്പെട്ടത്. എനിക്ക് തന്നെ പരിചയമുള്ള ഒരു സുപ്രീം കോടതി ലോയറും ഇതേപോലെ കുറച്ച് ബുദ്ധിബിഹാർ എന്ന് വിളിക്കുന്ന മയൂർ ബിഹാർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അദ്ദേഹം റൂമെടുക്കാൻ പോയി എല്ലാ ഡോക്യുമെൻറ്റുകളും കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ തുടക്കം ഒരു മുസ്ലിമാണെന്ന് വ്യക്തമാവാത്ത തരത്തിലുള്ള ഒരു തെക്കനായ മനുഷ്യനാണ്. അതുകൊണ്ട് മുസ്ലിമാണെന്ന് വ്യക്തമാവില്ലായിരുന്നു. ഈ മുതലാളി വാടകയ്ക്ക് വാങ്ങി പേപ്പർ മറിച്ച് നോക്കി അവസാനം കണ്ടപ്പോൾ ഹമീദ് എന്ന പേര് കണ്ടു. ഉടനെ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വലിയ ജാമ്യ നഗറോ ഭാഗത്തെ മറ്റു പോയാൽ പോരായിരുന്നു? അവിടെയാണല്ലോ നിങ്ങളുടെ ആൾക്കാരുള്ളത്. പിന്നെ രണ്ടാമത് ചോദിച്ചില്ല, കാരണം ഇദ്ദേഹം സുപ്രീം കോടതി ലോയർ ആയതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. എന്നിട്ട് ഇത് പറഞ്ഞ ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു സുപ്രീം കോടതി ലോയറായ എന്നോട് പോലും ഇത് ചോദിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഗുവാഹട്ടി യൂണിവേഴ്സിറ്റി ഞാൻ ടർക്കിഷ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നു, പേർഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഒരു IB ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സ്റ്റാഫായ ഒരാൾ എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. അദ്ദേഹവും മുസ്ലിമാണ്. അദ്ദേഹം ഇതേപോലെ ചുറ്റുപാടുകളെടുത്ത് വീട് നോക്കാൻ പോയി. പേര് ചോദിച്ചു, പേര് പറഞ്ഞു, മുസ്ലിം പേരാണ്. അപ്പോൾ ജോലി എന്താണ്? IBയിലാണ്. നിങ്ങൾ IBയിലാവട്ടെ, എവിടെ ആവട്ടെ, മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾക്ക് വീട് തരില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയും നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കേരളത്തിലൊക്കെയും ചില മേഖലകളിൽ തുടക്കം വിട്ടിട്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി എങ്ങനെ വെല്ലുവിളിക്കപ്പെടുന്നു എന്നത് നേരിട്ട് അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ഈ വിഷയം പരാമർശിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ അടുത്ത് 2014 കഴിഞ്ഞ വർഷം ലോറൻസ് ഗോട്ടിയർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രശസ്തയായ സ്കോളർ അവരുടെ ബിറ്റ്വീൻ നാഷണൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ബുക്ക്
ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ആ ബുക്ക് മുസ്ലിം യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും അത് പാർട്ടിഷന് മുമ്പും ശേഷമുള്ള മുസ്ലിം പൊളിറ്റിക്സിനെ കുറിച്ചും അത് മുസ്ലിം യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്നും വിവിധ ഭരണകൂടങ്ങൾ ബ്രിട്ടീഷ് കാലഘട്ടത്തും പിന്നീട് കോൺഗ്രസ് പിന്നീട് BJPയുടെ കാലഘട്ടത്തിലും ഈ ഭരണകൂടങ്ങൾ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റികളോട് പ്രത്യേകിച്ച് മുസ്ലിം യൂണിവേഴ്സിറ്റികളോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്ന ബുക്കാണ്. അതിലവർ ആ ബുക്കിൻ്റെ തുടക്കം ചർച്ച തുടങ്ങുന്നത് ജ്ഞാനേന്ദ്ര പാണ്ഡെ എന്ന് പറയുന്ന മറ്റൊരു സ്കോളറിൻ്റെ ഒരു ആർട്ടിക്കിളിനെ പഠനത്തെ അവലോകനം ചെയ്തുകൊണ്ടാണ്. ആ പഠനത്തിൻ്റെ പേര് ഇങ്ങനെയാണ്: ക്യാൻ എ മുസ്ലിം ബി ആൻ ഇന്ത്യൻ? ഒരു മുസ്ലിമിന് ഇന്ത്യൻ ആവാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ആ ചോദ്യം അദ്ദേഹം വളരെ വിശദമായി പിന്നെ താഴോട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഈ ലോറൻസ് ഗോട്ടിയർ ചർച്ച ചെയ്യുന്നത് ഒരു മുസ്ലിം സ്ഥാപനത്തിന് ഇന്ത്യൻ സ്ഥാപനമാവാൻ കഴിയുമോ? ഒരു മുസ്ലിം സംഘടനയ്ക്ക് ഇന്ത്യൻ സംഘടന ആവാൻ കഴിയുമോ? ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടി ആവാൻ കഴിയുമോ എന്ന തരത്തിലാണ് അവർ പിന്നീട് ചർച്ച ചെയ്യുന്നത്. വിഷയം യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടായതുകൊണ്ട് പിന്നീട് യൂണിവേഴ്സിറ്റിയിലേക്ക് ചർച്ച നീളുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജ്ഞാനേന്ദ്ര പാണ്ഡെ പിന്നീട് വിശദീകരിക്കുന്നൊരു പോയിൻ്റുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിൽ നിരവധി സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുണ്ട്. അവരൊക്കെയും ദേശീയവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറി. അവർക്കൊക്കെയും പിന്നീട് ദേശീയത തെളിയിക്കേണ്ടി വന്നിട്ടില്ല. അതായത് ഒരു അമുസ്ലിമായ ഒരാൾ, ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ സജീവമാകുമ്പോൾ അയാളുടെ ദേശീയത വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു മുസ്ലിം ഒരാൾ ഈ മേഖലകളിൽ സജീവമാകുമ്പോൾ അയാൾക്ക് പറയേണ്ടി വരുന്നു ഐ ആം ആൻ ഇന്ത്യൻ മുസ്ലിം എന്ന് പറയേണ്ടി വരും. ഞാനൊരു ഇന്ത്യൻ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇന്ത്യനാണ്. മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലിനെ പോലുള്ള ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന വർത്തമാനമാണ് ഞാനൊരു ഇന്ത്യൻ മുസ്ലിമാണ്. അതായത് ദേശീയ മുസ്ലിം ആവുക, ദേശത്തോട് കൂറുള്ള മുസ്ലിം ആവുക. മുസ്ലിങ്ങൾക്കല്ലാത്തവർക്ക് അല്ലെങ്കിൽ മൈനോറിറ്റി അല്ലാത്തവർക്ക് ഈ പദം ഉപയോഗിക്കേണ്ടി വരികയും ഇല്ല. ഈ ഒരു തരത്തിൽ ഇന്ത്യയുടെ ദേശീയതയോടും ഇന്ത്യയുടെ സെക്യുലറിസത്തോടും ഇന്ത്യയുടെ ഡെമോക്രസിയോടും, അതായത് മുസ്ലിം സ്വത്തമല്ലാത്ത എല്ലാത്തിനോടും ഒരു കൂറ് പ്രകടിപ്പിക്കേണ്ടി വരുന്ന അധിക ഭാരമുള്ള ഒരു മൈനോറിറ്റിയായി പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മാറിയ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഒരു വിഷയം തന്നെയാണ് ഞാൻ ഈ ഒരു ടൈറ്റിൽ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഭരണഘടന ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും സുഭദ്രവും സുശക്തവുമായ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അതിനോട് എല്ലാ മുസ്ലിം സംഘടനകളും ഒരു നല്ല വിധേയത്വം പ്രകടിപ്പിക്കുന്നതും കൂടാണ്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെ 47 ശേഷം മുസ്ലിങ്ങൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഭരണഘടനയുടെ റൂൾ ഓഫ് ലോ, അതായത് നിയമവാഴ്ച ശക്തമായി മാറുക എന്നത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യവും കൂടിയിട്ടാണ്. എല്ലാ മൈനോറിറ്റികളെയും പോലെ മുസ്ലിങ്ങളുടെയും പ്രധാന ആവശ്യമാണ് ഭരണഘടന ശക്തമായി നിലനിൽക്കുക എന്നത്. പക്ഷേ സമകാലിക സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യം പലപ്പോഴും അതിന് നേരെ വിരുദ്ധമായി മാറിയ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട് എന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ വിഷയങ്ങൾ നമ്മുടെ സെമിനാറിൻ്റെ ടൈറ്റിൽ ഇത് തന്നെ ആയതുകൊണ്ട് ശനിയാഴ്ചയും മറ്റും ഈ വിഷയത്തിൽ മൈനോറിറ്റി റൈറ്റ്സുമായി ബന്ധപ്പെട്ട നിരവധി ഭരണഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ പ്രധാനമായും ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 ഭാഗം, അവിടെ സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ കൾച്ചർ, വിവിധ കസ്റ്റംസൊക്കെയും സംരക്ഷിക്കാനുള്ള അവകാശം മൈനോറിറ്റികൾക്ക് നൽകുന്നതായി നമുക്ക് ഭരണഘടന വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിലീജിയനാവട്ടെ, റേസ്, വംശത്തിൻ്റെയും കാസ്റ്റ്, ജാതിയുടെയും ലാംഗ്വേജിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള വിവേചനം മൈനോറിറ്റികൾ അനുഭവിക്കാൻ പാടില്ല എന്ന് ഭരണഘടന ആർട്ടിക്കിൾ 29 ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 30
ഈ ഭരണഘടന പറയുന്നത് മതപരമായ ഭാഷാപരമായ മൈനോറിറ്റികൾക്ക് അവർക്ക് നിരവധി അവകാശങ്ങളുണ്ട് എന്ന് ആർട്ടിക്കിൾ 30 വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒരു മൈനോറിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അവരുടെ താല്പര്യങ്ങൾ നിലനിർത്തുന്നതിനും അവകാശം ആർട്ടിക്കിൾ 30 നൽകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ വിഷയങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിർത്തുകയും സ്ഥാപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്നും ആർട്ടിക്കിൾ 30 പറയുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 350A അനുച്ഛേദം അതിൽ ഈ വിഷയം വീണ്ടും എടുത്ത് പറയുന്നത് കാണാൻ കഴിയും. എല്ലാവർക്കും വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് മൈനോറിറ്റികൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം ഒരുപോലെ നൽകേണ്ടതാണെന്നും എടുത്ത് പറയുന്നു. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ ഭാഷയുണ്ടെങ്കിൽ അവരുടെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും സ്ഥാപിക്കാനുള്ള അവകാശവും കൂടിയുണ്ടെന്ന് അതിൽ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആർട്ടിക്കിൾ 350B അനുച്ഛേദത്തിലും ഇതേ വിഷയം തന്നെ കൂടുതൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിക്കും മറ്റുള്ള അവകാശങ്ങൾ എടുത്ത് പറയുന്നത് നമുക്ക് കാണാം. അതായത് ഭരണഘടനാപരമായി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ഒരാൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള മുഴുവൻ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് നമുക്ക് കാണാം. ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കേണ്ടത്. കാരണം 1992 ദ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ആർട്സ് എന്ന് പറയുന്ന ഒരു ആർട്സ് അത് സ്ഥാപിക്കപ്പെട്ടിരുന്നു. അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ആ ആർട്സിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1992 ഡിസംബർ, ഈ വരുന്ന ഡിസംബർ 18-ാം തീയതിയാണ് ഈ ഒരു മൈനോറിറ്റി ഡേ ആയിട്ട് ദേശീയ ആനുവലി നമ്മൾ ആഘോഷിക്കുന്നത്. അതിനങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം അതിലൊന്ന് മൈനോറിറ്റി വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എംപവർമെൻറ്റും അതിനുള്ള ആവശ്യം ഉണർത്തുകയും അത് നിലനിർത്തുകയും ആ ഒരു ചിന്ത ജനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. രണ്ടാമത് മൈനോറിറ്റികളുടെ അവകാശങ്ങളെ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഡിസംബർ 18 മൈനോറിറ്റി ഡേ എന്ന് പറയുന്ന ദിവസം ഇന്ന് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മൈനോറിറ്റികൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഫ്രീഡം, അതുപോലെ തന്നെ സമഭാവന, എല്ലാവർക്കും സമമായ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിയും നൽകുന്ന തരത്തിലുള്ള ഒരു അവബോധം സൃഷ്ടിക്കാനും വേണ്ടിയിട്ടാണ് ഡിസംബർ 18 എല്ലാ വർഷവും നമ്മൾ മൈനോറിറ്റി ഡേ അത് ആഘോഷിക്കുന്നത്. ഇത്രയും പറഞ്ഞത് എങ്ങനെയാണ് ഭരണഘടന ഒരു മൈനോറിറ്റി, ന്യൂനപക്ഷ വിഭാഗത്തിന് അവകാശങ്ങൾ നൽകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ഈ പറയുന്ന ഓരോ വിഷയങ്ങളും വിവിധ തരത്തിൽ വെല്ലുവിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ തടയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് പ്രധാനമായും കമ്മ്യൂണൽ റൈറ്റാണ്. ഒരുപക്ഷെ കേരളത്തിൽ അതത്രത്തോളം ഒരു അപ്ലിക്കബിളാവുന്ന വിഷയമല്ലെങ്കിൽ പോലും കേരളം വിട്ടുകഴിഞ്ഞാൽ കമ്മ്യൂണൽ റൈറ്റ് പ്രധാന വിഷയമായി മാറുന്നു. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ചെന്നൈയിൽ ചെറിയൊരു വ്യക്തി അനുഭവം എനിക്കുണ്ടായി. ഒരു വീട് മാറി പുതിയ വീടെടുക്കേണ്ടി വരുന്ന സാഹചര്യം എല്ലാം വീടുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം 3 മാസത്തോളം ഞാൻ വീട് തപ്പിയായിരുന്നു. അതിന് കാരണം അവിടെ മുസ്ലിം ആണെങ്കിൽ വീട് ലഭിക്കാത്ത, ചെന്നൈയുടെ സെൻട്രൽ ഭാഗത്ത് പോലും ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. അതിന് കാരണം നിങ്ങൾ മാംസം കഴിക്കുന്നവരാണ്, ബീഫ് കഴിക്കുന്നവരാണ്. അത് മറ്റൊരു കാരണം അവിടെയുള്ള ചില മുസ്ലിങ്ങളുടെ സ്വഭാവം അവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരികയും ഇവരെ പോലെ തന്നെയാണ് പുറത്തുനിന്ന് ആര് വന്നാലും എന്ന തരത്തിൽ ഒരു ഇമേജ് മേക്കിംഗ് ഉണ്ടായതും കൂടി അതിന് കാരണമായി. അവസാനം എനിക്കിപ്പോൾ വീട് ലഭിച്ചത് മലയാളിയായ ഒരു ഹിന്ദു സഹോദരൻ്റെ വീട്ടിലാണ്. മലയാളി ആയതുകൊണ്ട് മാത്രം ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു തരത്തിൽ ഒരു ഭീഷണി നിറഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരു തരത്തിൽ എന്താണ് കാരണമെന്ന് പോലും വ്യക്തമാവാതെ എല്ലാവരുടെ മനസ്സിലും ഒരു കമ്മ്യൂണലായ ചിന്ത കൂടുതൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ, അദ്ദേഹം ചെന്നൈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട പഠന ക്ലാസ് എടുക്കാനുണ്ട്.
അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു മുതിർന്ന DIG പൊസിഷനുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അനുഭവം പറഞ്ഞു. ഞാൻ മുമ്പ് കാലത്ത് എൻ്റെ വീടിൻ്റെയും ചുറ്റുപാടുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത് തൊട്ടയൽപ്പക്കത്തുള്ള ഒരു മുസ്ലിം സുഹൃത്തിനെയാണ്. ഇപ്പോൾ ഞാനത് ഏൽപ്പിക്കില്ല, കാരണം ഞങ്ങൾക്ക് ഭയമായി തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രൊഫസർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും നേരിട്ട് അനുഭവം അയാളിൽ നിന്നുണ്ടായോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നേരിട്ട് അനുഭവം ഉണ്ടായില്ല, ഞങ്ങൾ കേട്ട കഥയാണ്. അതായത് മറ്റെവിടുന്നോ കേട്ടു വന്ന ഗോസിപ്പുകളായും റൂമറുകളായും കേട്ടു വന്ന കാര്യങ്ങൾ പൊതുവായി ജനറലൈസ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്ന തരത്തിലേക്ക് വായന തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ പോലും കാണുവാൻ കഴിയുന്നത്. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് കാരണം മുസ്ലിങ്ങൾക്കിടയിൽ ഗെറ്റോയിസേഷൻ ഉണ്ടായി. ഈ മുസ്ലിം ചേരികൾ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന ചില സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ഉണ്ട്. അതിന് ഒരു കാരണം പറയുന്നത്, ന്യൂനപക്ഷമായി താമസിക്കുന്ന ഭാഗത്ത് കമ്മ്യൂണൽ ട്രെൻഡുകൾ ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു മുസ്ലിം ഭൂരിപക്ഷം സ്ഥലത്ത് വില്ലകൾ പണിയാൻ തുടങ്ങി. ഇത് പൊതുവായി നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് അറിയപ്പെട്ട ചർച്ചയാണ് മുസ്ലിം വില്ല എന്ന തരത്തിലൊരു സ്റ്റഡി തന്നെ ഉണ്ടായി. എങ്ങനെയാണ് വില്ലകൾ രൂപപ്പെടുന്നത്? അതിന് പ്രധാന കാരണം മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാരോ മുസ്ലിം ഭാഗത്ത് അവർക്ക് രണ്ടാമതൊരു വീടുണ്ടാകും. അവർ ഈ ന്യൂനപക്ഷമായി താമസിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും കമ്മ്യൂണൽ റൈറ്റ് ടെൻഡൻസി രൂപപ്പെടുമ്പോൾ നേരെ അവർ ആദ്യം വന്ന് ഈ ഭാഗത്താണ് താമസിക്കുക. ഞാൻ പറഞ്ഞത് ഏതോ തരത്തിൽ കമ്മ്യൂണലായി വകതിരിയപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. അത് കാരണം തന്നെ വില്ലകൾ രൂപപ്പെടുക, ഒരു തരത്തിൽ ഗെറ്റോയിസേഷൻ രൂപപ്പെടുന്ന ഒരവസ്ഥയിലേക്കും ഈ സാഹചര്യം മാറുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംഘടനകൾ ഉണ്ടാകുന്നത്. അതായത് 1947 മുമ്പേ തന്നെ ഇന്ത്യയിലെ മുസ്ലിം സംഘാടനങ്ങൾ ശക്തമാവുന്നു. ഖിലാഫത്ത് മൂവ്മെൻറ്റ് അതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷേ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ ഇന്ന് കാണുന്നത് വർഗീയതയുടെ ഒരു കൊടിയ ഉദാഹരണമായിട്ടാണ്. നമ്മൾ ഈ താമസിക്കുന്ന മലബാറിൻ്റെ ചുറ്റുപാടും ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയ ഖിലാഫത്തും നേതാക്കന്മാർ പോലും ഇപ്പോൾ അവർ വർഗീയവാദികളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥയും കൂടി നമുക്ക് കാണാം. കാരണം മുസ്ലിം സംഘാടനം, മുസ്ലിങ്ങൾ അവരുടെ താല്പര്യത്തിനോ അവരുടെ അവകാശത്തിനോ സംരക്ഷിക്കാൻ വേണ്ടി സംഘടിക്കുന്നത് ഇന്ത്യയുടെ ദേശീയതയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മാറുന്നു എന്ന ഇമേജും കൂടി പെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സിവിൽ സൊസൈറ്റി രൂപപ്പെടുന്നതിൻ്റെ ഒരു കാര്യമാണ്. നമ്മൾ സിവിൽ സൊസൈറ്റി എന്നതിനെ കുറിച്ച് മനസ്സിലാക്കണം. എന്താണ് സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്? സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചർച്ച തുടങ്ങുന്നത് പ്രധാനമായും ഫ്രെഡറിക് ഹേഗൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലോസഫറിൻ്റെ ചിന്തകളിലൂടെയാണ്. അദ്ദേഹം ഒരു ചിന്ത മുന്നോട്ട് വെക്കുന്നത് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ സ്വന്തമായ സംഘാടനത്തെ ഉദ്ദേശിച്ചു കൊണ്ടിട്ടുള്ള അവരുടെ സ്വയം വളർച്ചയ്ക്കും എംപവർമെൻറ്റിനും ഇമാൻസിപ്പേഷനും സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സെൽഫ് ഹെൽപ്പ് മുന്നോട്ട് വെക്കുന്ന, അതുപോലെ തന്നെ സ്വന്തം സമൂഹത്തിന് അവരുടേതായ വിഭാഗത്തിന് രാഷ്ട്രീയ സ്വരമായി മാറുന്ന സംഘാടനത്തിനാണ് സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. 1900 നമ്മൾ ദേശീയതയെ കുറിച്ച് വർത്താനം പറയുകയാണെങ്കിൽ 1947 ശേഷമാണല്ലോ പറയേണ്ടത്. 1940 ശേഷം നിരവധി സംഘടനകളുണ്ടായി. ഇവരെല്ലാം ഏതൊക്കെയോ തരത്തിൽ മുസ്ലിം സമൂഹത്തെ സേവിക്കാനും സംഭാവനകൾ അർപ്പിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു വരികയാണ്. പക്ഷേ ഈ സംഘടനകളെല്ലാം ഇന്ന് ഏത് തരത്തിലാണ് കാണുന്നത്? നമ്മൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലേക്ക് പോവുക, മുസ്ലിം സംഘടനകളെ എന്തൊക്കെ പേര് കൊണ്ടാണ് പരിഹസിക്കുന്നത്, അതായത് ലേബലിംഗ് ചെയ്യുന്നത്? അത് പ്രധാനമായും ആദ്യം നമ്മുടെ വായിൽ വരുന്നത് സുഡു എന്നുള്ള പദമാവും. അതായത് SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് സുഡു എങ്കിലും, പക്ഷേ സുഡു എന്നുള്ള പദം കോമൺ മുസ്ലിം ആയി മാറ്റപ്പെട്ടു കഴിഞ്ഞു. കോമൺ മുസ്ലിമിനെ കോയ എന്ന പദമാണ് ഉപയോഗിക്കുക. അതായത് ഒരു സൊസൈറ്റിയിൽ
ഈ നമ്മൾ പറയുന്ന ഒരു ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്, വിവിധ വിഭാഗീകരണത്തിന് ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ നോക്കുക. മുസ്ലിമിനെ കോയ എന്ന് ഉപയോഗിച്ചാൽ അവർ മുസ്ലിമാണെന്ന് തരംതിരിയും. പൊളിറ്റിക്കൽ വോയിസ് ഉള്ള, രാഷ്ട്രീയ ശബ്ദമുള്ള, സാമൂഹിക വിഷയങ്ങൾ ഇടപെടുന്ന, ഭരണകൂട വിമർശനം നടത്തുന്ന ഏതൊരു ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയെയും സുഡു എന്ന പദത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. അവർക്ക് കുറച്ചും കൂടി ഒരു റിലീജിയസായ വിമർശനങ്ങൾക്ക് റിലീജിയസായ പിന്നാമ്പുറങ്ങളുണ്ടെങ്കിൽ ഇസ്ലാമിസ്റ്റ് എന്നോ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് എന്നോ അല്ലെങ്കിൽ കൂടി വന്നാൽ ജിഹാദി എന്നുള്ള പദമോ ചേരുന്നൊരവസ്ഥ വരും. ഈ ഒരു തരത്തിലേക്ക് ചർച്ചകൾ മാറുന്നത് നമുക്ക് കാണാം. അതായത് മുസ്ലിം സമൂഹത്തെ എങ്ങനെയാണ് വില്ലനൈസ് ചെയ്യുന്നത്, വില്ലനൈസ് ചെയ്യുവാൻ മുമ്പിൽ ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്നത് നമ്മുടെ ചർച്ചയുടെ പ്രധാന ഭാഗമാണ്. അതായത് ഒരു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ ബോധമുള്ള ഒരു ചെറുപ്പക്കാരി അവരൊരു രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അതിനെ ലേബൽ ചെയ്തുകൊണ്ട് മാറ്റി നിർത്തുക. ഒരു മുസ്ലിം അവൻ്റെ ശബ്ദം ഉയർത്തുമ്പോൾ അത് വർഗീയതയുടെയോ മതഭീകരതയുടെയോ തീവ്രവാദത്തിൻ്റെയോ പേരിൽ അതിനെ ഗ്രാൻഡ് ചെയ്യുക, ലേബൽ ചെയ്യുക, ഇത് എത്രത്തോളം ഭരണഘടനാപരമാണ്? ഭരണഘടന അംഗീകരിച്ചിരുന്ന ചില അവകാശങ്ങളുണ്ട്. മുസ്ലിം ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം, വിദ്യാഭ്യാസ സംരംഭങ്ങൾ തുടങ്ങാം, അസോസിയേഷൻസ് ഉണ്ടാക്കാം, അവരുടെ ഐഡിയോളജി, വിശ്വാസം, ധർമ്മം, ആശയാദർശങ്ങൾ അത് പ്രദർശിപ്പിക്കാനും പ്രകാശിപ്പിക്കാനും പ്രചരണം നടത്താനും ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്രചരണം നടത്തുന്നവരെ അത് സമൂഹത്തിൽ വിഖണ്ഡതവാദികളായും വിഭാഗീയരായും ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറുന്നത് കാണാം. ഇവിടെയാണ് മുസ്ലിം സമൂഹം പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ സിവിൽ സൊസൈറ്റി എന്ന തലത്തിൽ സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ, അവരുടെ വളർച്ച ഉദ്ദേശിച്ചുകൊണ്ട്, സെൽഫ് ഹെൽപ്പ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ ശബ്ദങ്ങൾ സമൂഹത്തിലെത്തിക്കുവാൻ, അതിലൂടെ ഭരണഘടന അല്ലെങ്കിൽ ഭരണ മേഖലയിൽ റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കുന്ന വിഭാഗങ്ങളെ കമ്മ്യൂണലൈസേഷൻ എന്നുള്ള ടാഗ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തീവ്രവാദം, അല്ലെങ്കിൽ മതഭീകരത, മതവർഗീയത എന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്നവർ ആരാണ്? ഭരണഘടന അങ്ങനെ വർഗീകരിക്കുന്നവരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഒരു മൈനോറിറ്റി എന്ന നിലയിൽ മുസ്ലിം സമൂഹത്തിന് നൽകുന്നുണ്ട്. നമ്മൾ ചെറിയ ചില ഉദാഹരണങ്ങൾ എടുത്തു നോക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് തീവ്ര വലതുപക്ഷ ഫാസിസ്റ്റ് ശക്തികളെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുക. പക്ഷേ കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന തരത്തിൽ മുസ്ലിങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇടപെടുന്ന മേഖല സോഫ്റ്റ് പവർ എന്ന തരത്തിൽ അത് സിനിമാ മേഖലയാവാം. ബോംബാണെങ്കിൽ അത് മലപ്പുറത്ത് കിട്ടുമെന്നാണല്ലോ സിനിമയിൽ പറയുന്നത്. പക്ഷേ ബോംബാണെങ്കിൽ കിട്ടേണ്ടത് കണ്ണൂരാണ്. നമ്മൾ കണ്ണൂരിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പൊട്ടുന്ന ചരിത്രം അധികം കണ്ണൂരാണെങ്കിലും മലപ്പുറത്ത് പൊട്ടാറില്ല, മലപ്പുറത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ടെൻഡൻസി ഉണ്ടാകുമ്പോൾ പോലും ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് വന്ന്, മുസ്ലിം ലീഗ് അടക്കം നേരിട്ട് വന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പലപ്പോഴും മറ്റു പലരും അറിയിച്ചെങ്കിൽ പോലും ആദ്യ പ്രശ്നം സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത് മുസ്ലിം സംഘടനകളായിരുന്നു. മലപ്പുറത്ത് ഇങ്ങനെ ഉണ്ടാവാറില്ല. പൊട്ടുന്നത് അധികം കണ്ണൂരായിരിക്കും, രാഷ്ട്രീയ പ്രേരിതമായ സംഭവങ്ങളായിരിക്കും. എന്നാൽ പോലും സംവിധായകരും തിരക്കഥാകൃത്തിനും ബോംബാണിരുന്നത് മലപ്പുറത്ത് തന്നെ വേണം. കേരളത്തിലെ ഒട്ടുമിക്ക സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ പോലും ഈ ഒരു ഇമേജ് മേക്കിംഗ് നമുക്ക് കാണാൻ കഴിയും. പല സിനിമകൾ, വിനോദയാത്രയ്ക്കുള്ള സിനിമകൾ, മുരളി എന്ന നടനെ കുത്തിവയ്ക്കുന്നത് മലപ്പുറത്ത് നടന്ന വർഗീയ കലാപത്തിലാണ്. മലപ്പുറത്ത് എപ്പോഴാണ് ഈ അടുത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായത്? നരസിംഹം പോലെ അല്ലെങ്കിൽ ആറാം നമ്പൂരാനെ പോലുള്ള സിനിമകളിൽ ബോംബാണെങ്കിൽ മലപ്പുറത്ത് കിട്ടുമെന്ന് പറയും. എന്ന് പറയുന്നത് എങ്ങനെയാണ് മുസ്ലിം ഭൂരിപക്ഷമായി നാം താമസിക്കുന്ന ഒരു ഭാഗത്ത് ഇത്രത്തോളം വില്ലനൈസ് ചെയ്യുവാൻ ഇവർക്ക് ഒരു അവകാശം ലഭിക്കുന്നത്? നമ്മൾ തിരിച്ച് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതായത് പൊളിറ്റിക്കൽ സാക്ഷരത, പൊളിറ്റിക്കൽ ലിറ്ററസി, രാഷ്ട്രീയ സാക്ഷരത എന്നത് ഒരു മൈനോറിറ്റി എന്ന നിലയിൽ ഉണ്ടാകേണ്ട അടിസ്ഥാന ഗുണമാണ്.
എപ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനേക്കാളും അപ്പുറം തിരിച്ച് ചോദ്യം ചോദിക്കാനുള്ള വിൽപ്പവറും കൂടി മൈനോറിറ്റിക്കുണ്ടാവണം. കാരണം റൂൾ ഓഫ് ലോ എന്നത്, നിയമവാഴ്ച എന്നത് എല്ലാ മൈനോറിറ്റിക്കും, ഭൂരിപക്ഷത്തിനും ഉള്ളതുപോലെ തന്നെ എല്ലാ മൈനോറിറ്റികൾക്കും, അത് മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻസ് ആവട്ടെ, സിഖ്, ബുദ്ധ, എല്ലാ പാഴ്സികളടക്കമുള്ള 6 മൈനോറിറ്റികൾക്കും ഭരണഘടന ഒരേപോലെ അനുവദിച്ചു തരുന്നതാണ്. ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ വിഷയം മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് മാത്രം. എല്ലാ മൈനോറിറ്റികൾക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമവാഴ്ച ശക്തമായി ചോദ്യം ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ലാക്ക് ഓഫ് റെപ്രസെൻറ്റേഷനാണ്, ഈ പ്രാതിനിധ്യത്തിൻ്റെ അഭാവം. പലപ്പോഴും അതാണ് സംഭവിക്കുക. മുസ്ലിം സമൂഹം വോട്ട് ബാങ്കായി മാറും. നിങ്ങൾ ഗുജറാത്തിലെ വർഗീയ കലാപത്തിൻ്റെ സംഭവങ്ങളിലൊന്ന് നോക്കുക. അവിടെ വർഗീയ കലാപങ്ങളുണ്ടായി. നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അടുത്ത ഇലക്ഷനിൽ വർഗീയ കലാപങ്ങൾ നടത്തിയവർ പരാജയപ്പെടുമെന്നാണ്. പക്ഷേ ഗുജറാത്ത് പോലുള്ള ഭാഗങ്ങളിൽ അടുത്ത പ്രാവശ്യം അവർ തന്നെയാണ് ജയിക്കുക. കാരണം എന്താ? ഫിയർ, ഭയം എന്നത് വലതുപക്ഷ വർഗീയ ശക്തികളുടെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്, ഒരു ആയുധമാണ്. അവിടെ ചെല്ലുകയും ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ഭാഗങ്ങളെ ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട്, പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം ജീവനോടെ ഉണ്ടാവുകയില്ല. അവിടെ ജീവിക്കേണ്ടവർ അവർക്ക് തന്നെ വോട്ട് കൊടുക്കുന്നത് ധാരാളം സ്റ്റഡികൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണൽ റൈറ്റ് പോലെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഇല്ലാതായി വരുന്നത് ഇതുകൊണ്ടാണ്. മറ്റൊന്നത് സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്, ഇങ്ങനെ മുസ്ലിം സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടി ഉദ്ദേശിച്ച് പുറത്തിറങ്ങുമ്പോൾ അതൊക്കെ കമ്മ്യൂണലാണ് എന്ന് വകതിരിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ നമുക്ക് കാണാം. അത് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയും അതിനുശേഷമുള്ള രാഷ്ട്രീയത്തിൽ ഇത് കൂടുതൽ വ്യക്തമായത്. കേരളത്തിൽ തന്നെ ഹാജി സുലൈമാൻ സേത്തർ അദ്ദേഹം ശക്തമായി ബാബരി മസ്ജിദിൻ്റെ ആ വിഷയത്തിനെതിരെ സംസാരിച്ചപ്പോൾ കേരളത്തിലെ പ്രമുഖനായ മാർക്സിസ്റ്റ് നേതാവ് സഖാവ് EMS പറഞ്ഞത്, സേട്ടുവും അടക്കമുള്ള ആൾക്കാർ സമൂഹത്തിലെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, പ്രശ്നങ്ങൾ സൊല്യൂഷനിലല്ല എന്ന തരത്തിലാണ് ചിന്തിച്ചത്. അതായത് മുസ്ലിം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്തിനും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ഏറ്റ കനത്ത ആഘാതമായ ബാബരി മസ്ജിദിൻ്റെ വിഷയത്തെയും അതിനോട് കോൺഗ്രസ് ഭരണകൂടം സ്വീകരിച്ച സമീപനത്തെയും ശക്തമായി വെല്ലുവിളിച്ച സേട്ടുവിനെ നമ്മുടെ ഇവിടുത്തെ സഖാവ് EMS നേരിട്ടത് കമ്മ്യൂണൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. നിരവധി പിന്നിലുള്ള ചരിത്രം നമുക്ക് അത് കാണുവാൻ കഴിയും. അതാണ് ഈ സംഘടനകൾ രാഷ്ട്രീയത്തിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഈ ഒരു അവസ്ഥയായി മാറുന്നു. മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് ഒരു വോട്ട് ബാങ്കായി മാത്രം മാറുക, അതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. മുസ്ലിം സമൂഹം നേരിടുന്ന മറ്റൊരു അസ്തിത്വ പ്രതിസന്ധിയാണ് വോട്ട് ബാങ്കായി മാറുക. അല്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വരമില്ല, രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ്, കമ്മ്യൂണലായി മാറും. പകരം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക, ഞങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അമ്മാവന്മാരായി മാറാം. പൊളിറ്റിക്കൽ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾ പറയുന്ന താല്പര്യങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രം നിലനിർത്തുന്ന ഒരു തരത്തിലുള്ള ഒരു അടിമത്ത സ്വഭാവമുള്ള കമ്മ്യൂണിറ്റിയായി മാത്രം മുസ്ലിം സമൂഹത്തെ കാണുന്നതും ഈ ഒരു തരത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്നതും കൂടി ഈ പാർട്ടികൾ ചിന്തിക്കുന്നില്ല എന്നതും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ് പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്ന ചർച്ച. പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് ഹെബർമാസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ അദ്ദേഹം മുന്നോട്ട് വെച്ച ചിന്തയാണ്. സ്വകാര്യ ഇടങ്ങളിൽ നിന്നും സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയും ഇടയിൽ ജനങ്ങൾ അവരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും അത് ചർച്ച ചെയ്യാനും മുന്നോട്ട് വെക്കാനും ഇടപെടുന്ന ഒരു മേഖലയ്ക്കാണ് ഈ സോഷ്യോളജി ഡിസ്കഷൻ പബ്ലിക് സ്ഫിയർ എന്ന് പറയുക. പബ്ലിക് സ്ഫിയറിൽ പൊതു ഇടങ്ങളിൽ മുസ്ലിങ്ങൾക്ക് സ്വന്തമായ ഐഡൻറ്റിറ്റി വ്യക്തമാക്കാൻ പറ്റില്ല. ഇവിടെ ഒരു തിയോളജിക്കൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഒരു മതപരമായ ദൈവശാസ്ത്രപരമായ ഒരു ചോദ്യം കൂടെ. അതായത് മുസ്ലിം സാമൂഹിക പ്രാതിനിധ്യം മതപരമായ അടിസ്ഥാനത്തിൽ കാണുന്നവർ അവർ ചില ദൈവശാസ്ത്രപരമായ ചർച്ചകളിലൂടെയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. അതായത് ആരാണ് ഒരു മുസ്ലിം? അതിൽ ഖുർആനും ഹദീസൊക്കെ മുന്നോട്ട് വെച്ച് സംസാരിക്കുന്ന സംഘടനകൾ. ഒരു മുസ്ലിം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇടപെടുന്നവൻ ആരാണോ അവനാണെന്നല്ല. ഖൈറുന്നാസ് മൻ യൻഫഉന്നാസ്.
ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നവനാണ് ജനങ്ങളിൽ നല്ലവൻ. ഒരു ഹദീസാണ്, ഒരു നബി വചനമാണ്. ഈ ഒരു തരത്തിൽ ഖുർആൻ പറയുന്ന മറ്റൊരു പദപ്രയോഗമാണ് അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹി അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ, നല്ലവനായ വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്. വേറൊരു നബിവചനത്തിൽ മുഹമ്മദ് നബി ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാം. നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കാണുകയാണെങ്കിൽ മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. നിങ്ങൾ ആരെങ്കിലും ഒരു മുൻകർ, തിന്മ കാണുകയാണെങ്കിൽ കൈകൊണ്ട് തടയുക. ഫൈലം യസ്തത്യ, നിങ്ങൾക്കതുകൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ ഫബിലിസാനിഹി, നാക്കുകൊണ്ട് തടയുക, അതുകൊണ്ട് പറയുക, അതിനെതിരെ പറയുക. ഫൈലം യസ്തത്തി, നിങ്ങൾക്കതുകൊണ്ട് കഴിഞ്ഞെങ്കിൽ ഫബിഖൽബിഹി, ഹൃദയം കൊണ്ടെങ്കിലും അതുകൊണ്ടൊരു നീരസം ഉണ്ടാവുക. ഈമാൻ, അത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണെന്ന് മുഹമ്മദ് നബി പറയുന്നത് കാണാം. ഞാനിത് പറഞ്ഞത് തിന്മയോട് നിഷേധാത്മകമായ നിലപാടുള്ളവനാവണം മുസ്ലിം എന്നാണ് ഇസ്ലാം മുസ്ലിമിനെ ആ തരത്തിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വിശ്വാസാദർശമുള്ള ഒരാൾക്ക് സമൂഹത്തിൽ ഇടപെടുമ്പോൾ തിന്മയോട് ഒരു തരത്തിലുള്ള അനുരഞ്ജനത്തിനും തയ്യാറാവാൻ കഴിയില്ല, സാധ്യമല്ല. പകരം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. സൂറത്തുൽ ഖുർആനിൽ തന്നെ തആവനൂ അലൽ ബിർരി വത്തഖ്വ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, പൊതുനന്മയിലും നന്മ കാര്യത്തിലും നിങ്ങൾ സഹകരിക്കുക, കുറ്റങ്ങളിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നൊരു പൊതു കൽപ്പനയാണ്. അതായത് ഒരു മുസ്ലിം ആരാണ്, ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിഫോർമേഷൻ എന്താണ്, ഒരു മുസ്ലിമിൻ്റെ പൊതു ഇടങ്ങളിലെ ഇടപെടലുകൾ എന്താണെന്ന് ഖുർആനും ഹദീസും പറഞ്ഞു പറ്റുന്നത് കാണാം. ഇതിനെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക ഇടപെടലുകളുടെ മാനദണ്ഡമായി സ്വീകരിക്കുന്നവർ സ്വാഭാവികമായും ആ ഒരു അടിസ്ഥാനത്തിലാക്കി പ്രവർത്തിക്കുക. അവിടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമൂഹിക വിമർശനങ്ങൾ നടത്തുമ്പോൾ അവർ വർഗീയവാദിയായി മാറുന്നു, അല്ലെങ്കിൽ അങ്ങനെ ലേബൽ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഭരണഘടന അനുവദിച്ചിരുന്ന അവകാശത്തെ തടയുവാൻ ഇവരാരാണ് എന്നുള്ള ചോദ്യമാണ് ആ ഒരു വിഷയത്തിൻ്റെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനൊക്കെയും ഒരു മറുമരുന്നായി, പ്രതികരണമായി മുസ്ലിം സമൂഹത്തിൻ്റെ ആകെ മുമ്പിലുള്ളത് നിയമയുദ്ധമാണ്, ലീഗൽ ബാറ്റിലാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം, പല നിയമ മുകളിലേക്ക് കയറുന്തോറും സംഘപരിവാർ ആ ശക്തികളുടെ കയ്യിലുള്ള അധികാരമുള്ളവർ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിയമ മേഖലകളിൽ പ്രധാന കോർട്ടുകളിലേക്ക് നിയമിക്കുന്നതോടുകൂടി അവിടുന്നും ഒരു മുസ്ലിങ്ങളുടെ ആഗ്രഹം നടപ്പിലാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഒരവസ്ഥ രൂപപ്പെടുന്നു. അതായത് സംഘപരിവാർ തോഴന്മാരുടെ നിയമ മേഖലയിലുള്ള സാന്നിധ്യം മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതിരുന്ന അവസ്ഥ വരുന്നു. എന്നാൽ പോലും ചില കൂരിരുട്ടിൽ ചില പ്രകാശങ്ങൾ എന്നതുപോലെ പലപ്പോഴും ഇന്ത്യൻ ഭരണഘടന അത് ആ ഒരു അവകാശം നൽകുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ തരത്തിൽ നിയമത്തിൽ നിന്ന് ചില പ്രതീക്ഷകൾ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് ഇപ്പോഴും മുസ്ലിം സംഘടനകൾ, സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റുകൾ നിയമവാഴ്ച ശക്തിപ്പെടുത്തുക, അതിൻ്റെ കൂടെ ലീഗൽ ബാറ്റിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നതെന്ന് നമുക്ക് കാണാം. മറ്റൊന്നാണ് പൊളിറ്റിക്കൽ അലയൻസ്. മുസ്ലിങ്ങൾ രാഷ്ട്രീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വിഷയമാണ് രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപപ്പെടുത്തുക. അവരുടെ അവകാശങ്ങളും അവരുടെ താല്പര്യങ്ങളും അത് പൊതുജന മധ്യത്തിൽ സമർപ്പിക്കുന്നതിൽ ശക്തരായ പൊളിറ്റിക്കൽ പാർട്ടിയോടുകൂടി അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ശബ്ദം അങ്ങനെ ഭരണമേഖലയിലും പൊതുജന മധ്യത്തിലും എത്തിക്കുക എന്ന രീതിയിൽ പൊളിറ്റിക്കൽ അലയൻസ് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്, അത് വിശദമായ ചർച്ചയാണ്. എന്നാൽ പോലും ഈ സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം അസോസിയേഷൻസുകൾ, വിഭാഗങ്ങൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രധാനമായും ഈ രണ്ട് മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമവാഴ്ച ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ലീഗൽ ബാറ്റിലൂടെ തങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത് നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ അലയൻസുകളിലൂടെ അവരുടെ, അതായത് ഒരു വർഗീയ ശക്തികളെ പരാജയപ്പെടുത്തുക എന്നതുകൊണ്ട് മുസ്ലിം താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും ജനാധിപത്യക്രമം സുസ്ഥിരപ്പെടുത്തുകയും ചെയ്യുക എന്ന തരത്തിൽ ഈ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമെല്ലാം പ്രവർത്തിക്കുന്നതും ഈ ഒരു മേഖലയുടെ അടിസ്ഥാനത്തിലാണ് എന്നും കൂടി ഞാൻ പ്രത്യേകം എടുത്തു പറയാം. ഇത് പറഞ്ഞുകൊണ്ട് ഞാനാണ് അവസാനിപ്പിക്കുന്നത്.
ഇന്ത്യയിൽ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, മുസ്ലിം ചിഹ്നങ്ങൾ നീക്കപ്പെടുന്ന, ചരിത്രം അത് പുനർനിർമ്മിക്കപ്പെടുന്ന, ചരിത്രപുരുഷന്മാർ വിലനേസ് ചെയ്യപ്പെടുന്ന, വിദ്യാഭ്യാസ ക്രമത്തിൽ മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ മൈനോറിറ്റി വിരുദ്ധ കാഴ്ചപ്പാടുകൾ ശക്തിപ്പെടുത്താൻ വരുന്ന അവസരങ്ങൾ, അതുപോലെ തന്നെ ഈ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ജാമിയ മില്ലിയ ഇസ്ലാമിയ പോലെ അലിഗഡ് യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളുടെ മൈനോറിറ്റി സ്റ്റാറ്റസ് വെല്ലുവിളിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നമുക്ക് നിലവിലുണ്ട്. ഞാൻ ആദ്യം ഈ സംസാരം തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം പരാമർശിച്ച ലോറൻസ് ഗോർട്ടിയർ എന്ന പണ്ഡിതയുടെ രചന പോലും ജാമിയ മില്ലിയ അലിഗഡ് യൂണിവേഴ്സിറ്റികളുടെ ഭരണകൂടങ്ങളോടുള്ള നിലപാടിനെ വിശദീകരിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് ജാമിയ മില്ലിയ, അതായത് ആൻറ്റി ബ്രിട്ടീഷ് നിലപാടുള്ള ജാമിയ മില്ലിയ ഇപ്പോൾ ആരാണോ കേന്ദ്രത്തിൽ ഭരിക്കുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാറുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. എന്നാൽ പ്രോ ബ്രിട്ടീഷ് നിലപാട് സ്വീകരിച്ചിരുന്ന അലിഗഡ് യൂണിവേഴ്സിറ്റി ഭരണകൂട വിരുദ്ധ നിലപാടിലേക്ക് പൊതുവായ രീതിയിൽ മാറുന്നത് നമുക്ക് കാണാം. എപ്പോഴൊക്കെ ഭരണകൂട വിരുദ്ധ വികാരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ടോ അപ്പോഴെല്ലാം ഭരണകൂടത്തിൽ നിന്നുള്ള അറ്റാക്ക് കൂടുതൽ സംഭവിക്കുന്നത് ജാമിയ മില്ലിയയിലും അലിഗഡ് യൂണിവേഴ്സിറ്റിയിലുമാണ്. CAA പ്രക്ഷോഭകാലത്തെ സംഭവങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങളൊക്കെയും ലൈബ്രറിയിൽ പഠിക്കുകയും ചെയ്യുന്ന ലൈബ്രറിയിലും മറ്റു ക്ലാസ്സുകളിലും ടച്ചുടെ തകർത്ത് തരിപ്പണമാക്കുന്ന പോലീസിലെ ഉദ്യോഗസ്ഥരുടെ വീഡിയോ അടക്കം നിങ്ങൾക്ക് യൂട്യൂബിൽ നേരിട്ട് കാണാൻ കഴിയും. അതായത് ഭരണം, നിയമവാഴ്ച എല്ലാം മുസ്ലിങ്ങളുടെ ഒരു സ്റ്റാറ്റസും അവരുടെ പൊസിഷൻസും റൈറ്റും വെല്ലുവിളിക്കപ്പെടുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഭരണഘടന എന്നത് നിലനിൽക്കേണ്ടതുണ്ട്, അതിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിന് മൈനോറിറ്റി വിഭാഗത്തിൽ തന്നെയുള്ള മുസ്ലിം വിഭാഗത്തിലെ സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റുകൾ അവർ ശരിയായ ദിശയിൽ പ്രവർത്തിക്കുകയും മുസ്ലിങ്ങൾക്കിടയിൽ വരുന്ന പ്രതിലോമകരമായ ചിന്തകൾ മാറ്റി ഭരണകൂട സംവിധാനങ്ങളോട്, പ്രത്യേകിച്ച് ഭരണഘടനയോട് കൂടുതൽ അടുപ്പം പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.